ഏറെ ഔഷധ ഗുണമുള്ളതും കിച്ചണിൽ അത്യാവശ്യമായതുമായ വെളുത്തുള്ളി അഥവാ വെളുത്തുള്ളി പൗഡറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സമയം ലാഭിക്കാനും അടുക്കള ജോലി എളുപ്പമാക്കാനും നമുക്ക് വെളുത്തുള്ളി എങ്ങനെ തോട് കളയാതെ വളരെ മനോഹരമായി പൊടിച്ചെടുക്കാമെന്ന് നോക്കാം. വെയിലത്ത് വെച്ചും ഓവനിൽ വെച്ചും രണ്ട് രീതിയിൽ എങ്ങനെയാണ് വെളുത്തുള്ളി പൗഡറാക്കി എടുക്കുന്നതെന്ന് ഞാനിന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇതിനായിട്ട് ഞാനൊരു 250 ഗ്രാം വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. അതിനായിട്ട് എന്തെങ്കിലും കട്ടിയുള്ള ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ആ റൂട്ട് പോർഷൻ ഉണ്ടല്ലോ അവിടെ ഒന്ന് തട്ടി കൊടുക്കാം. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുകയല്ലേ അതിൻ്റെ ആ ഒരു സാധനമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചുറ്റികയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഇനി അതിൻ്റെ ബാക്ക് വശം തട്ടി കൊടുത്താലും നമുക്കിങ്ങനെ തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ തൊലി വേർതിരിച്ചെടുക്കാൻ നമ്മൾ റൂട്ട് പോർഷൻ തട്ടി കൊടുക്കുന്നതാണ് നല്ലത്. കറുത്തതോ കേടായതോ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നടുക്ക് കാണുന്ന റൂട്ട് പോർഷനും പുറത്തുള്ള തൊലിയും കളഞ്ഞതാ ഇതുപോലെ എടുക്കാം. ഇനിയുള്ള തൊലിയാണല്ലോ കളയാൻ പ്രയാസം, അത് കളയാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. തൊലി കളയാത്തതായതുകൊണ്ട് തന്നെ നല്ലതുപോലെ കഴുകിയെടുക്കണം. ഇതുപോലെ റണ്ണിങ് വാട്ടറിൽ പിടിച്ച് കഴുകുവാണെങ്കിൽ എന്തെങ്കിലും കീടനാശിനികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. അതുപോലെ ഇത് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ഈ വെള്ളം ഒന്ന് പോയി കിട്ടാനായിട്ട് നമുക്കിത് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. ഇനി ആ വെളുത്തുള്ളി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൾസ് മോഡിലിട്ട് വേണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പൾസ് മോഡിലിട്ടിട്ട് 3-4 തവണ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുമ്പോഴേക്കും വെളുത്തുള്ളി ഒന്ന് അരഞ്ഞു കിട്ടും. ഇതുപോലെ വെളുത്തുള്ളി കിടക്കാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ വെളുത്തുള്ളി കിടക്കുകയാണെങ്കിൽ അതൊന്നുകൂടി നമ്മൾ ക്രഷ് ചെയ്തിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. ഇനി ഈ അരച്ചെടുത്ത വെളുത്തുള്ളി നമുക്കൊന്ന് ഉണക്കിയെടുക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ അതിട്ടാണ് ഉണക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പ്ലേറ്റിലൊക്കെ ഇട്ട് ഉണക്കുകയാണെങ്കിൽ ഈ വെളുത്തുള്ളി അരച്ചെടുക്കുമ്പോൾ അതിലൊരു പശയുണ്ട്. ആ ഒരു പശപ്പുള്ളതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്കിതിൽ നിന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഫോയിൽ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇട്ടിട്ട് ഉണക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും. അതായത് ഡയറക്റ്റ് ഫോയിൽ പേപ്പറിലേക്ക് ചൂടടിക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും. അതുപോലെ നമ്മളിത് ഉണങ്ങിക്കഴിയുമ്പോൾ വേർതിരിച്ചെടുക്കാനും ഈസി ആയിരിക്കും. ഞാനിത് സൺലൈറ്റിലിട്ടിട്ട് നല്ലതുപോലെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഒരു ദിവസം എടുത്താണ് ഞാൻ ഉണക്കിയെടുക്കുന്നത്. ഒരു ദിവസം കൊണ്ട് തന്നെ നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഉണങ്ങിയെടുക്കണം. അപ്പോൾ ഫോയിൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടും. അതേസമയം നമ്മൾ ഡയറക്റ്റ് പ്ലേറ്റിൽ വെച്ചിട്ടാണ് ഉണക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് വിട്ട് വരാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ ഫോയിൽ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ബട്ടർ പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ ഉണക്കിയെടുക്കാം. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഇത് ഒരുപാട് ടൈം വെച്ചിട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല. നമ്മളിത് ഉണക്കിയെടുത്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പൊടിച്ചെടുക്കണം. ഇല്ല 2-3 മണിക്കൂർ ആകുമ്പോൾ ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് പോവും. പിന്നെ പൊടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഗ്രൈൻഡർ ജാറിലിട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പം ഇത് പൊടിച്ചെടുത്ത് ഇതുപോലെ പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരിച്ചെടുത്ത് ഉപയോഗിക്കാം. എനിക്കിത് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനിത് അരിച്ചെടുക്കുന്നില്ല. ഇനി ഓവനിൽ ബേക്ക് ചെയ്ത് എങ്ങനെ വെളുത്തുള്ളി പൊടിച്ചെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ട്രേയിലേക്ക് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ബേക്കിംഗ് പേപ്പർ ഉണ്ടല്ലോ, നമ്മുടെ ബട്ടർ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 250 ഗ്രാം വെളുത്തുള്ളി ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇതും വളരെ തിന്നായിട്ട് വേണം നമ്മൾ ആ ഒരു ബട്ടർ പേപ്പറിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട്. ഇത് ഞാൻ വേറെ 250 ഗ്രാം വെളുത്തുള്ളി എടുത്തതാണ് കേട്ടോ. ഓൾറെഡി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് ഒരു 15 മിനിറ്റ് വേണം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മളൊന്ന് നോക്കണം. 15 മിനിറ്റാണ് ഇതിൻ്റെ ആവറേജ് ടൈമെങ്കിലും ഓരോരുത്തരുടെ ഇതനുസരിച്ച് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ആ ഒരു ബട്ടർ പേപ്പറിൽ നിന്ന് വേർതിരിച്ചെടുക്കാം. ഇതും ബട്ടർ പേപ്പറിൽ കുറച്ച് പണിയാണ്. നമ്മുടെ ഫോയിൽ പേപ്പറാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. ബട്ടർ പേപ്പറിൽ നിന്നും മുഴുവനായിട്ടും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം. എനിക്ക് നല്ലതുപോലെ ഫൈനായിട്ട് കിട്ടുന്നതെന്നുള്ളത് കൊണ്ട് ഞാനിത് അരിച്ചെടുക്കുന്നില്ല. എപ്പോഴും വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ എത്ര സമയം ബേക്ക് ചെയ്യണം എന്നുള്ള ടെൻഷനൊന്നും വേണ്ട.
മഴ സമയമൊക്കെയാണ്, അതുപോലെ സൺലൈറ്റ് ഒന്നും കിട്ടാനില്ലാത്ത ആൾക്കാരാണ്, അതുപോലെ ഒരുപാട് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്യുന്ന രീതിയാണ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യാം. പൊടിച്ചെടുത്ത ഗാർലിക് പൗഡർ 2 ബോട്ടിലുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ വെയിലത്ത് വെച്ച് പൊടിച്ചെടുത്ത പൗഡറാണ്. അത് കുറച്ചുകൂടെ ലൈറ്റ് കളറാണ്. ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുത്ത ഗാർലിക്കിൻ്റെ പൗഡറാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ കളറ് കുറച്ച് ഡാർക്കാണ്. കൂടുതൽ കാലം വെക്കേണ്ടതാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. നേരത്തെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ച ഗാർലിക് പൗഡറാണ്. നമ്മൾ ഉണ്ടാക്കിയ ഗാർലിക് പൗഡറും പുറത്തു നിന്ന് വാങ്ങിച്ച ഗാർലിക് പൗഡറും നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഗാർലിക് പൗഡർ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മണമായാലും അതുപോലെ അതിൻ്റെ ടേസ്റ്റ് ആയാലും നല്ല വ്യത്യാസമുണ്ട്. പുറത്തു നിന്ന് വാങ്ങുന്നതിൽ എന്തൊക്കെ പ്രിസർവേറ്റീവ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും എല്ലാവരും ഈ ഒരു ഗാർലിക് പൗഡർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സാറ്റിസ്ഫൈഡ് ആവും. കാരണം ഇത് നല്ല സക്സസ്ഫുള്ളായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഏതൊരു കറിയിലോ അല്ലെങ്കിൽ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴോ ഇത് യൂസ് ചെയ്യാം. ഗാർലിക് പൗഡർ ഉപയോഗിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ഒരു മസാല കാണിച്ചു തരാം. അതിനായിട്ട് 1 ടീസ്പൂൺ അളവിൽ ഗാർലിക് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പം ഗാർലിക് പൗഡറിൻ്റെ പകുതി ജിഞ്ചർ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ മുകളിലെ ഐ ബട്ടണിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ പെരിഞ്ജീരകത്തിൻ്റെ ലിങ്ക് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാല തയ്യാറാക്കി എടുക്കാം. എന്നിട്ട് ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഇത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കല്ലേ.